എന്താ അല്ലേ മഴ. അപ്പം നാരങ്ങാ വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ മോരും വെള്ളമൊന്നും കുടിക്കില്ല, ഈ തണുപ്പത്ത് നടക്കത്തില്ലല്ലോ. അപ്പം ഇച്ചിരി ചൂട് സൂപ്പ് കുടിക്കാമെന്ന് കരുതി. കടയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ ഈ ഒരു ബൗളിന് കൊടുക്കണം 180 രൂപ. അതുമല്ല എല്ലാവർക്കും കുടിക്കാൻ നമുക്ക് ഇച്ചിരി കൂടെ ടേസ്റ്റി ആയിട്ട് കുടിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പം ചിക്കൻ കഴിഞ്ഞ ദിവസം എടുത്ത് ഫ്രിഡ്ജിൽ ഞാൻ ഇതേ ആഗ്രഹത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ അടുപ്പിച്ച് അങ്ങനെ ഇതേപോലെ നമ്മുടെ മാംസ പീസ് ഒരു 4 കഷ്ണം എടുത്ത് അതിനകത്ത് 2-3 കൊച്ചുള്ളിയും കുറച്ച് വെളുത്തുള്ളി കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, 2 കഷ്ണം ഇഞ്ചി, കുറച്ച് മുഴുവൻ കുരുമുളകും കൂടി ഇട്ട് ഞാൻ ഈ 2 പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കനിൽ നിന്ന് പറഞ്ഞ ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കറിൽ ഒരു 4-5 വിസിലങ്ങ് അടിച്ചോട്ടെ. അടിച്ച് ആ ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് ആ സ്റ്റോക്ക് ഒന്ന് കറക്റ്റ് ആകാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു നേരത്തിൽ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ ക്യാരറ്റും ക്യാബേജും കുറച്ച് നമ്മുടെ സ്പ്രിംഗ് ഒനിയനും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ കുക്കറിൽ എല്ലാം സെറ്റായി കിടന്ന് ആ സ്റ്റോക്ക് വാട്ടർ ഊറ്റിയെടുത്ത് ബാക്കി ചിക്കൻ അതിൽ നിന്ന് എടുത്തിട്ട് ചെറുതായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കാമെന്ന് വെച്ച്. അപ്പം പൊടിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അരിയേണ്ട ആവശ്യമില്ലായിരുന്നു, പിച്ച് അങ്ങ് എടുത്താൽ മതിയാണ്, കാര്യം നന്നായിട്ട് വെന്ത്. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ഇത്തിരി ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുക. ബട്ടർ ചേർത്തിട്ട് ഇച്ചിരി ചിക്കൻ അതിനകത്തോട്ട് ഇട്ടൊന്ന് വഴറ്റുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ആ സ്പ്രിംഗ് ഒനിയൻ്റെ ആ വെളുത്ത ഭാവവും ആ ക്യാബേജും കൂടി ഇട്ട് ഒരു നുള്ളുപ്പും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ആ ചിക്കൻ്റെ സ്റ്റോക്കും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേര്. പിന്നെ ഇച്ചിരി ഡാർക്ക് സോയാ സോസും ഒരു ഇച്ചിരി ചില്ലി സോസോ ടൊമാറ്റോ സോസോ ഉണ്ടെങ്കിൽ അതുകൂടി അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ ഒരു നുള്ളു വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തേക്കാം. പിന്നെ വേണമെങ്കിൽ ഇച്ചിരി കോൺഫ്ലോറോ അല്ലെങ്കിൽ ഇച്ചിരി ഓട്സോ പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി അതൊന്ന് കുറുകാനായിട്ട്. പിന്നെ ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ട നമ്മുടെ മെയിൻ സാധനം എന്ന് പറയുന്നത് ആ മുട്ടയുടെ വെള്ളയാണ് കേട്ടോ. ഞാൻ 2 മുട്ടയുടെ വെള്ള ഇത്രയും സാധനത്തിൽ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. പിന്നെ ലാസ്റ്റ് നമ്മുടെ ആ സ്പ്രിംഗ് ഒനിയൻ്റെ നല്ല ഗ്രീൻ ആയിട്ട് വരുന്ന സാധനമില്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടാൽ നമ്മുടെ അടിപൊളി ഒരു ചിക്കൻ സൂപ്പ് സെറ്റായി കിട്ടും. ഹോട്ട് ആൻഡ് സോർ സൂപ്പ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇതേപോലെ പാത്രത്തിലെടുത്ത് ആ ചൂടോടുകൂടി ഈ തണുപ്പത്ത് കുടിച്ചാണ്ടല്ല എന്താ സുഖം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത് കേട്ടോ.